ചൈനയിലെ വുഹാനിൽ നിന്ന് ലോകം കീഴടക്കാൻ പുറപ്പെട്ട വൈറസിന് മുമ്പിൽ മറുമരുന്നില്ലാതെ ലോകം പകച്ചു നിൽക്കുമ്പോൾ പുകൾപെറ്റ ഭരണകൂടങ്ങളും ലോക നേതാക്കളും ആശ്രയവും ആശ്വാസവും കണ്ടെത്തുന്നത് തങ്ങളുടെ കറകളഞ്ഞ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഇത് ഉപവാസത്തിന്റെയും ധ്യാനത്തിന്റെയും മണിക്കൂറുകളെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നോട്ടു പോയ രാജ്യങ്ങൾ തന്നെയെന്നത് കൗതുകകരവും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമാണ്. ഇന്ന് അമേരിക്കയും ഇസ്രായേലും കെനിയയും മറ്റനേകം ലോകരാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാം. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തിട്ടും മരണങ്ങൾ തുടർക്കഥയാകുമ്പോൾ സകലരും ദൈവത്തിന് മുന്നിൽ അടിയറവ് വെച്ച അനിഷേധ്യരായ രാഷ്ട്ര തലവന്മാരുടെ വാക്കുകളിലേക്കാണ് നാം ഇന്ന് കണ്ണോടിക്കുക. അവരുടെ അകക്കനമുള്ള വിശ്വാസ സത്യങ്ങളിലേക്കാണ് ഹൃദയം തിരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശുദ്ധവാര സന്ദേശങ്ങളിൽ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ വീഡിയോ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി. നല്ലവനായ ദൈവത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുന്ന നാളുകളാണ് അടുത്ത ഒരാഴ്ച കാലമെന്നും എല്ലാ വർഷവും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിക്ടർ ഓർബർ കൂട്ടിച്ചേർത്തു. തൊട്ടു പിന്നാലെ ഹംഗറിയിലെ ക്രൈസ്തവ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതാണ് വീഡിയോ സന്ദേശത്തിൽ കാണുന്നത്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മത്തിയാസിന്റെ ദേവാലയത്തിൽ നിന്ന് കർദിനാൾ പീറ്റർ എൽദോയാണ് പ്രാർത്ഥനയ്ക്ക് തുടക്കമിടുന്നത്. പിന്നാലെ ഓർത്തഡോക്സ് സഭയുടെ നേതാക്കന്മാരും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ നേതാക്കന്മാരും വീഡിയോയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. Amint a mennyben, úgy a földön is. Mindennapi kenyerünket add meg nékünk ma. És bocsásd meg vétkeinket, miképpen mi is megbocsátunk az ellenünk vétkezőknek. És ne vigy minket a kísértésbe, de szabadíts meg a gonosztól. Mert tiéd az ország, a hatalom és a dicsőség mindörökkön örökké. Amen. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ നേതാവാണ് വിക്ടർ ഓർബൻ. ക്രൈസ്തവ മൂല്യങ്ങളെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്ന അദ്ദേഹം യൂറോപ്പിൽ ക്രൈസ്തവ വിശ്വാസം പുനർജീവിപ്പിക്കാൻ ശക്തമായി ഇടപെടുന്ന ചുരുക്കം യൂറോപ്യൻ നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ്. 7000-ഓളം COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. 4000-ഓളം പേർ രോഗത്തെ അതിജീവിച്ചപ്പോൾ 63 പേർക്ക് ജീവൻ നഷ്ടമായി. അത്യന്തം വിഷമകരമായ ഈ ഘട്ടത്തിലാണ് രോഗവ്യാപനത്തെ തടയാൻ ദൈവത്തെ ആശ്രയിക്കാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓൺലൈൻ പ്രാർത്ഥന എറ്റേണിറ്റി ന്യൂസ് എന്ന ക്രൈസ്തവ വെബ്സൈറ്റിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ദൈവത്തിൽ എങ്ങനെ പ്രത്യാശ വയ്ക്കണമെന്നും എങ്ങനെ ശക്തി സ്വീകരിക്കണമെന്നും വിശദീകരിച്ചുകൊണ്ടുമാണ് സ്കോട്ട് മോറിസിന്റെ വീഡിയോ ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ നേരിടാൻ തന്റെ വിശ്വാസം വലിയ കരുത്താണ് നൽകുന്നതെന്നും രാജ്യത്തെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. I would ask that people pray, thank you for your prayers, but pray for all Australians everywhere, everyone affected by this. People are going through the deepest of heartache, the deepest of shock, and the world is largely in trauma at the moment with the scale and pace of what is unfolding. This is incomprehensible, even just a month ago, what we're now seeing today, and it is so important that we just remain focused on how we're dealing with these issues going forward. Pray for the premiers and chief ministers. They've joined me in a national cabinet, which is unprecedented in Australia. There are decisions we're taking now, which is to extend support as far and wide as we can, but we have to get it right. It has to work. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച മോശയുമായി സ്വയം താരതമ്യം ചെയ്ത അദ്ദേഹം
കൊറോണ വൈറസ് മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് അപേക്ഷിച്ചു. Love, and we pray that His love will be shown through your church forevermore. Amen. വിശുദ്ധ വാരത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷാ നിർഭരമായ ഈസ്റ്റർ സന്ദേശം. ഈ സമയത്ത് അമേരിക്ക ഒരു അദൃശ്യ ശത്രുവിനോടുള്ള പോരാട്ടത്തിലാണെന്നും അതിന് പ്രാർത്ഥന അനിവാര്യമാണെന്നും അന്ധകാരത്തിൻ്റെതായ സമയത്തെ രാജ്യം അതിജീവിക്കുമെന്നും ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ സന്ദേശത്തിൽ ട്രംപ് പറഞ്ഞു. Though we will not be able to gather together with one another as we normally would on Easter, we can use this sacred time to focus on prayer, reflection, and growing in our personal relationship with God, so important. I ask all Americans to pray that God will heal our nation, to bring comfort to those who are grieving, to give strength to the doctors, nurses, and healthcare workers, to restore health to the sick, and to renew the hope in every person who is suffering. Our nation will come through like never before. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും എന്ന യേശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ച അദ്ദേഹം സമൂഹത്തിന് ഒരു നല്ല ഈസ്റ്റർ ആശംസിച്ചു. For Christians all over America, this is Holy Week. We remember the resurrection of Jesus Christ. So important. But this Easter will be much different than others because in many cases we'll be separated physically only from our churches. We won't be sitting there next to each other, which we'd like to be, and soon we'll be again. But right now we're keeping separation. We're getting rid of the plague. It's a plague on our country like nobody's ever seen. But we're winning the battle. We're winning the war. We'll be back together in churches right next to each other. Celebrate. Bring the family together like no other. We have a lot to be thankful for. Happy Easter, everybody. ഒപ്പം കൊറോണയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും നഴ്സുമാരെയും അഭിനന്ദിക്കാനും ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ് മറന്നില്ല. Our brave doctors, nurses, and responders, first responders of all, are fighting to save lives. Our workers are racing to deliver critical medical supplies. Our best scientists are working around the clock to develop life-saving therapeutics, and I think they're doing really well in doing so. Our people are making tremendous sacrifices to end this pandemic. കൊറോണയ്ക്കെതിരെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം കൂടുന്നുവെന്ന് വ്യക്തമാക്കി ആഫ്രിക്കൻ രാജ്യമായ കെനിയയും. മാർച്ച് 21 ശനിയാഴ്ച കെനിയൻ പ്രസിഡന്റ് ഉഹുരു കെനിയാറ്റയുടെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി വില്യം റൂട്ടോയുടെയും നേതൃത്വത്തിലായിരുന്നു ദേശീയ പ്രാർത്ഥനാ ദിനം രാജ്യമെങ്ങും ആചരിച്ചത്. തലസ്ഥാനമായ നെയ്റോബിയിലെ സ്റ്റേറ്റ് ഹൗസിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ വിവിധ മത നേതാക്കൾ പങ്കെടുത്തു. കൊറോണയ്ക്കെതിരെ സർക്കാർ തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവസഹായം ഏറ്റവും ആവശ്യമാണെന്ന് വില്യം റൂട്ടോ പറഞ്ഞു. A day that we have chosen to come together to give thanks for all that God has done for us, to seek His forgiveness for anything that we may have done wrong, individually or collectively. ഇന്ന് എൻ്റെ മാത്രം ദിവസമല്ല. നമ്മൾ വ്യക്തിപരമായോ കൂട്ടമായോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കാനും നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെ തരണം ചെയ്യുവാനും അവിടുത്തെ സഹായം അപേക്ഷിക്കാനുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ദിവസമാണ്. To ask for His favor in the face of the challenges that we have as a nation and indeed as the world. പകർച്ചവ്യാധിക്ക് ആവശ്യം ശാസ്ത്രമാണ്, പ്രാർത്ഥനയല്ല എന്ന് വിമർശിക്കുന്നവർ ശാസ്ത്രജ്ഞർക്ക് പോലും ദൈവത്തെ ആവശ്യമാണെന്ന കാര്യം ഓർക്കണമെന്നും കെനിയൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. And Kenya is a nation that believes in the Almighty, as represented in the opening stanza of our national anthem, where we recognize Him as the God of all creation. So mine is just to continue to ask you, fellow Kenyans, wherever you may be, let us continue to pray for our country. Let us continue to pray for peace, to pray for unity,
to pray for healing, to pray for reconciliation and understanding, and to pray for prosperity. And I am certain that our God is a listening God, and He will hear us, and He will grant us our desire and our wishes. May God bless you all. Asanteni sana. ബ്രസീലിലെ ജോവം പാൻ റേഡിയോ സ്റ്റേഷനിൽ നിന്നായിരുന്നു രാജ്യം കാത്തിരുന്ന ആ പ്രാർത്ഥനാ സന്ദേശം എത്തിയത്. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ജനതയ്ക്കും പ്രസിഡന്റിനും ലോകം പ്രതിവിധി കാണാനാകാതെ വിഷമിക്കുന്ന സമസ്യയ്ക്ക് മുൻപിൽ മറ്റെന്താണ് ചെയ്യാനാവുക? എല്ലാത്തിനെയും മറികടക്കുന്ന ബ്രസീൽ, അതിനു മുകളിൽ ദൈവം എന്ന് പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ നേതാവാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോ. തന്റെ രാജ്യത്തെ മരണനിരക്ക് ഉയരുമ്പോഴും നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറല്ല. വൈറസ് എന്ന ദുഷ്ടശക്തിയിൽ നിന്ന് ബ്രസീലിനെ സ്വതന്ത്രമാക്കാൻ ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരുടെയും മതനേതാക്കന്മാരുടെയും പിന്തുണയോടെ ഏപ്രിൽ 5 ദേശീയ ഉപവാസ പ്രാർത്ഥന ദിനമായി ആചരിച്ചു ഈ മനുഷ്യൻ. The anointing of the Holy Spirit come upon him, that he may have wisdom. യേശുവിന്റെ തിരുശരീരത്തിൽ കൊറോണ വൈറസിന് നിലനിൽപ്പില്ലെന്നും അതിനാൽ രാജ്യത്തെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടില്ലെന്നും പ്രഖ്യാപിച്ച് ആഴമേറിയ വിശ്വാസത്തിന്റെ ആഫ്രിക്കൻ മാതൃകയാവുകയാണ് ടാൻസാനിയൻ പ്രസിഡന്റ് ജോൺ മാഗുഫുലി. Kwa sababu tunajua huku kanisani na misikitini ndipo kwenye uponyaji wa kweli. Kule ndiko palipo na Mungu. Na ndio maana hata nilivyokuwa na kuaminika hapa sikuogopa. Korona ambaye ni shetani hawezi akakaa kwenye mwili wa Yesu, atakuwa ameshaungua huko mbali. തിന്മയാണ് കൊറോണ വൈറസ്. യഥാർത്ഥ സൗഖ്യം തരാൻ കഴിയുന്ന സ്ഥലങ്ങൾ ദേവാലയങ്ങൾ മാത്രമാണ്. അതിനാൽ തന്നെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാൻ തയ്യാറല്ല. വൈറസ് ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ടാൻസാനിയയുടെ അയൽ രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ആരാധനാലയങ്ങൾ അടയ്ക്കുന്നത് സംബന്ധിച്ച തന്റെ നിലപാട് വ്യക്തമാക്കിയത്. Nataka niwaambie ndugu zangu, wagonjwa bado wapo wachache, na bahati nzuri wote waliopata maambukizi haya wote wanaendelea vizuri. ഫറവോയെ അതിജീവിച്ചതുപോലെ തന്റെ രാജ്യം ദൈവസഹായത്താൽ COVID-19 മറികടക്കും. ഉറച്ച വാക്കുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റേത്. ബുധനാഴ്ച വൈകുന്നേരം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ അചഞ്ചല വിശ്വാസവും പ്രതീക്ഷയും പങ്കുവച്ചത്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിനെന്ന വാക്യം ഉദ്ധരിച്ച അദ്ദേഹം ഈ ദിവസങ്ങളിൽ എല്ലാവരും ഭവനങ്ങളിൽ തന്നെ കഴിയണമെന്ന് ആവശ്യപ്പെട്ടു. ഭവനങ്ങളിൽ കഴിയുക എന്നതാണ് പ്രസ്തുത വാക്യത്തിന്റെ പ്രമേയമെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഫറവോയെ പോലും അതിജീവിച്ച് ഇസ്രായേൽ ജനം നടത്തിയ യാത്രയുടെ ഓർമ്മകൾ തങ്ങൾക്ക് പ്രതീക്ഷയും ശക്തിയും പകരുന്നുണ്ട്. കൊറോണയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടം ക്ലേശകരമാണെങ്കിലും ദൈവസഹായത്താലും ജനങ്ങളുടെ പിന്തുണയാലും പോരാട്ടത്തിൽ തങ്ങൾ ജയിക്കുമെന്ന് പ്രധാനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. אנחנו לא יודעים אם יש פה מגפה רחבה, מה שנקרא פנדמיק, או שיש פה משהו יותר מוגבל. കൊറോണ പ്രതിരോധത്തിന് അർജന്റീനിയൻ പ്രസിഡന്റ് വൈദികരുടെ സഹായം തേടിയെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ക്ഷണം നേരം കൊണ്ട് വലിയ ചർച്ചയായി. വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത മുൻനിർത്തി തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി അർജന്റീനിയൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ് വൈദികരുടെ സഹായം തേടി. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അർജന്റീനയിലെ തെരുവുകളിൽ കഴിയുന്നവരുടെ ഇടയിൽ ബോധവൽക്കരണം നടത്താൻ സർക്കാർ അധികൃതർക്കൊപ്പം ഇനി മുതൽ രാജ്യത്തെ വൈദികരും ഉണ്ടാകും. രോഗത്തിന്റെ വ്യാപനം കൂടുന്നതിനനുസരിച്ച് തെരുവിൽ താമസിക്കുന്ന ആളുകളെ ക്വാറന്റൈനിലേക്കോ ഐസൊലേഷനിലേക്കോ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം മുൻനിർത്തിയാണ് ഇവരെ ബോധവൽക്കരിക്കുന്നതിനായി ഭരണകൂടം വൈദികരെ സമീപിച്ചത്. വിശുദ്ധവാര സന്ദേശങ്ങളിൽ യേശുവെന്ന ലോകരക്ഷകനെ ഓർത്തെടുത്തത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളെ പിൻപറ്റുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവരാണ്. ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തെ അവരുടെ വ്യാഖ്യാനങ്ങളിൽ നിർവചിക്കുമ്പോൾ വാക്കുകളും വരികളും അണയുന്നത് പ്രപഞ്ച നിയന്താവായ സകലത്തിന്റെയും നാഥനിലേക്ക് തന്നെയെന്ന് ഓർമ്മിപ്പിച്ച് വിടാം.